സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കുന്നതിനും വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു പഠന ശിബിരമാണ് ഷാലോം TV ഒരുക്കിയിരിക്കുന്ന സി കാറ്റ്. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തീർച്ചയായും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്നത് ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷയങ്ങളുമായിരുന്നു. ഇന്ന് കൂടുതലായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈശോയുടെ രണ്ടാം വരവ്, അന്ത്യവിധി എന്നുള്ള ഭാഗമാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനും നമ്മളോട് സംസാരിക്കുന്നതിനുമായി ഇന്ന് കൂടെയായിരിക്കുന്നത് ഷാലോം പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛൻ CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമാണ്. അച്ഛനെ വളരെ സ്നേഹപൂർവ്വം സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനും വിഷയം പഠിക്കുവാനായി നമ്മുടെ കൂടി എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായ ചെമ്പേരി ലൂർദ് മാത ഫൊറാന ദേവാലയത്തിലെ മതാധ്യാപകരാണ്. നിങ്ങളെയും ഏറെ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന, സ്വന്തമാക്കേണ്ട വിധിയെക്കുറിച്ചുമുള്ള ഈ ഭാഗങ്ങൾ നമ്മളുമായി സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട പാംബ്ലാനി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി ആരാണ് ചോദിക്കുന്നത്? ബിന്ദു ടീച്ചർ. അച്ഛാ, ഈശോയുടെ രണ്ടാം വരവ് ഓരോ നിമിഷവും മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ രണ്ടാം വരവ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മതബോധന ഗ്രന്ഥത്തിൽ അങ്ങനെ വളരെ വിചിത്രമായൊരു വാക്യമുണ്ട്. ഈശോയുടെ രണ്ടാം വരവ് ഓരോ നിമിഷവും മാറ്റി വെച്ചിരിക്കുകയാണ് എന്നൊരു പ്രസ്താവന. അതേക്കുറിച്ചാണ് ടീച്ചറിൻ്റെ ചോദ്യം, അല്ലേ? അപ്പോൾ ഈ രണ്ടാം വരവ് ഇങ്ങനെ മാറ്റിവെച്ചതിൻ്റെ കാരണം മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിൻ്റെ രക്ഷ പൂർത്തിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ ഗണം എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ ആത്യന്തികമായ അർത്ഥം. ദൈവജനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പദമാണ് ഇസ്രായേൽ. ഇഷ് എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, ഏൽ എന്ന് പറഞ്ഞാൽ ദൈവമാണ്. റാ എന്ന് ഹീബ്രു ഭാഷയിൽ പറഞ്ഞാൽ ഈവിൾ, തിന്മ എന്നൊക്കെയാണ് അർത്ഥം. അതായത് ദൈവം തിന്മ നീക്കി ജനത്തെ തന്നോടൊന്നിപ്പിക്കുമ്പോഴാണ് അവർ യഥാർത്ഥ ഇസ്രായേലായിത്തീരുന്നത് എന്ന് നമുക്ക് ന്യായമായും ഊഹിക്കാം. ഏതാണെങ്കിലും എന്തുകൊണ്ട് ഈശോയുടെ രണ്ടാം വരവ് വൈകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം മതബോധന ഗ്രന്ഥം പറയുന്ന ഇതാണ്: എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അല്ലേ? രണ്ടാം വരവിന് ശേഷം അനുതപിക്കാനോ മാനസാന്തരപ്പെടാനോ ജീവിതം നവീകരിക്കാനോ ഒരു നിവൃത്തിയില്ല. രണ്ടാം വരവ് കഴിഞ്ഞാൽ തീർന്നു. രക്ഷപ്പെടാനുള്ള എല്ലാ അവസരവും തീർന്നു. അതുകൊണ്ട് ദൈവം രണ്ടാം വരവ് നീട്ടിക്കൊണ്ട് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? അല്ലയോ ദൈവമക്കളെ, എൻ്റെ പുത്രൻ്റെ രണ്ടാം വരവ് ഞാൻ വൈകിക്കുന്നത് നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. നിങ്ങൾ മാനസാന്തരപ്പെടണം, അനുതപിക്കണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം, ഈശോയെ രക്ഷകനായി സ്വീകരിക്കണം, അവിടുത്തെ വചനം സ്വീകരിക്കണം, അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം എന്നുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ദിനവും ഇത് വൈകിക്കുന്നതിലൂടെ ദൈവം ചെയ്യുന്നു. താങ്ക് യു അച്ഛാ. ഇനി ആരാണ് ചോദിക്കുന്നത്? മെർലിൻ ടീച്ചർ ചോദിക്കൂ. അച്ഛാ, ഈശോ മരിച്ച് സ്വർഗത്തിലേക്ക് പോയല്ലോ. അപ്പം ഈശോ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് ഈശോ പല വിശുദ്ധർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്തിനാണ് ഈശോ അങ്ങനെ ഓരോരുത്തർക്ക് പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത്? ഇപ്പോൾ അച്ഛൻ പറഞ്ഞതിനോട് ബന്ധപ്പെട്ടതുപോലെയാണ് അത് നിൽക്കുന്നത്. ഒരിക്കൽ പോയി, ഇനി അന്ത്യവിധിക്കാണല്ലോ വരേണ്ടത്. നമ്മുടെ കഥകളിലും സെൻറ്റ് ആൻ്റണിയുടെ കഥയിലൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു എന്ന് പറയാം. അതായിരിക്കും ടീച്ചർ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പിന്നെയും വരുമോ എന്നുള്ളതായിരുന്നു സംശയം.
അത് പലപ്പോഴും നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. നമ്മളെല്ലാവരും അങ്ങനെ ചോദിക്കുന്നതാണ്. അതായത് ഈശോ പോയി വന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ രഹസ്യത്തെ മാനുഷിക ഭാഷയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈശോ സ്വർഗത്തിലേക്ക് പോയി കതകടച്ച് കുറ്റിയിട്ടു, ഇനി ഇങ്ങോട്ട് വരികയല്ല, രണ്ടാം വരവ് വരെ ഇവിടെ ഇരിക്കുകയാണോ? അല്ലല്ലോ. ഈശോ ആരാണ്? ഇമ്മാനുവലാണ്. നിത്യവും നമ്മളോടൊത്താണ് ഈശോയുടെ സാന്നിധ്യം. അവൻ നമ്മോടൊത്തു വസിക്കുന്നവനാണ്. രണ്ടാം വരവ് ഇല്ലേ നമ്മൾ ഊന്നിപ്പറയുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ്? അന്ത്യവിധി, യുഗാന്ത്യത്തിലെ വിധി എന്ന ആ ഒരു സത്യത്തെ ഊന്നിപ്പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്നത്. ആ രണ്ടാം വരവ് വരെ ഈശോ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചാൽ സത്യമായുമുണ്ട്, അല്ലേ? ഈശോ ഇല്ലാത്ത ഒരു നിമിഷമില്ല, ഈശോ നയിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിലില്ല. നിത്യവും നമ്മളോടുകൂടെയാണ് അവൻ. അവൻ്റെ പേര് എമ്മാനുവേൽ എന്നാണ്, അല്ലേ? എന്താണ്? ദൈവം നമ്മോടുകൂടെ എന്നാണ് അവൻ്റെ പേര് തന്നെ. പരിശുദ്ധ കുർബാനയായി, തിരുവചനമായി, തിരുസഭയായി ഈശോ നിരന്തരം നമ്മോടൊത്തു വസിക്കുന്നു എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. വചനം, കൂദാശ, തിരുസഭ, ഇത് ഈശോയുടെ സാന്നിധ്യമാണ്. ആ തുടർ സാന്നിധ്യത്തെ നാം അറിയണം. ഇനി ചിലർക്കൊക്കെ ഈശോ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. എന്താണ്? ഈശോയെ അത്ര കണ്ട് ഇഷ്ടപ്പെടുകയും ഈശോയുടെ സാന്നിധ്യത്തിൽ അല്ലെ അവബോധത്തിൽ നിരന്തരം ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഈശോയെ നേരിൽ കാണാൻ ദൈവം അവസരം കൊടുക്കാം. ഇനി ഇത്തരത്തിലുള്ള ദർശനമൊന്നും നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മുടെ ആത്മീയത ശരിയല്ലല്ലോ എന്നൊന്നും ആരും തലപോയിക്കേണ്ട കാര്യമില്ല. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യാളൻ പറഞ്ഞു, ഫിലിപ്പ് നേരി പുണ്യാളൻ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമുക്കിങ്ങനെ അതിസ്വാഭാവികമായ ദർശനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ നെഗളിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നമ്മുടെ വിവരദോഷമാണ് കാണിക്കുന്നതെന്നാണ് ഈ പുണ്യാളന്മാരുടെ പറച്ചിലാണ്. അതായത് ഒരാൾക്ക് ഇപ്പോൾ കണ്ണടച്ചാൽ ഉടനെ ഈശോ മുമ്പിൽ കിടന്ന് നടക്കുന്നതായിട്ട് കാണുന്നു, അങ്ങോട്ട് നോക്കിയാൽ ഈശോ ഇവിടെ നിന്ന് ചിരിക്കുന്നു, ഇങ്ങോട്ട് നോക്കിയാൽ മാതാവ് ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ കാണുന്ന എന്തോ മാനസിക വൈകല്യം തെറ്റിദ്ധരിക്കരുത്. ചിലർക്ക് അങ്ങനെ ദർശനങ്ങളുണ്ടാകാം, നമ്മളില്ല എന്ന് പറയുന്നത്. പക്ഷെ ഫിലിപ്പ് നേരി പുണ്യാളനും ഫ്രാൻസിസ് സാലസും പറയുന്നത് എന്താണ്? അത് നിൻ്റെ ആത്മീയ വളർച്ചയുടെ ലക്ഷണമായി കരുതണമെന്നില്ല ഇത്തരത്തിലുള്ള അതിസ്വാഭാവിക ദർശനങ്ങൾ. ദൈവം തരുന്ന സ്വാഭാവിക മാർഗങ്ങളിലൂടെ, അതായത് വചനം, കൂദാശ, തിരുസഭ, ഇവയിലൂടെ ദൈവത്തെ അറിയാനോ അന്വേഷിച്ച് കണ്ടെത്താനോ നിനക്ക് പ്രാപ്തിയില്ല എന്ന് കാണുമ്പോൾ ദൈവം നിനക്ക് കരുണയോടെ ചെയ്തു തരുന്ന ഒരൗദാര്യമാണ് ഏത്? പലപ്പോഴും ഇത്തരത്തിലുള്ള ദൈവീക ദർശനങ്ങൾ എന്ന ആ പുണ്യന്മാരുടെ ചിന്തയും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അതായത് ഇത്തരത്തിലുള്ള ദർശനങ്ങൾ സംഭവിക്കാൻ കാരണം ഈശോ നിത്യവും നമ്മളോടൊത്ത് വസിക്കുന്നവനാണ്. ഇങ്ങനെയൊരു ദർശനം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഈശോയ്ക്ക് എന്നോട് ഇഷ്ടമില്ല. ഈശോ ഉണ്ടായിരുന്നെങ്കിൽ, പല അമ്മച്ചിമാരും ധ്യാനത്തിനൊക്കെ വരുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛാ ഈശോയെ ഒന്ന് നേരി കണ്ടേച്ചൊന്ന് മരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തിനാ അമ്മച്ചിയെ? മരിച്ചു കഴിഞ്ഞ് ഈശോയെ നിരന്തരം കാണാൻ പോകുമല്ലോ. എന്നാലും എൻ്റെ അച്ഛോ ഇതൊന്ന് നേരെ കാണാൻ പറ്റിയായിരുന്നു, അല്ലേ? പല അമ്മമാരുടെ ഒരു ആശങ്കയും ആകുലതയാണ്. ഈ ദൈവത്തെ കാണാനുള്ള നമ്മുടെ വഴികൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വചനം, കൂദാശ, സഭ. ആ വഴികളിലൂടെ ഈശോയെ കാണാനും സ്നേഹിക്കാനും ഈശോയെ അനുസരിക്കാനും അനുധാവനം ചെയ്യാനും നമുക്ക് കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദർശനങ്ങൾ കിട്ടുന്നത് നല്ല കാര്യമാണ്. ദർശനം കിട്ടിയില്ല എന്ന് വിചാരിച്ച് അതിനകത്ത് കുഴപ്പമില്ല. ഈശോ എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ദർശനം തരുന്നു എന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്കല്ല, അവൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ അനസ്യൂതമാണ്, മുറിയാത്ത സാന്നിധ്യമാണത്. ആ സാന്നിധ്യം നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നത് കൊണ്ടാണ് ആ സാന്നിധ്യം പലപ്പോഴും നമുക്കറിയാനും അനുഭവിക്കാനും കഴിയാത്തത്. മറിച്ച് ഈശോയുടെ സാന്നിധ്യം നിരന്തരം സജീവമായ സാന്നിധ്യം. ഇതിനോട് ചേർന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അതിസ്വാഭാവികമായ എന്തെങ്കിലും ദൈവിക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായ ചോദ്യമാണത്. അച്ഛൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അതിസ്വാഭാവിക
പലപ്പോഴും എന്താണ് ഈ അതിസ്വാഭാവികം, എന്താണ് സ്വാഭാവികം എന്ന് വേർതിരിക്കുക വളരെ ദുഷ്കരമാണ്, അല്ലേ? ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേകമായ ചില ദൈവപരിപാലനകൾ അനുഭവിക്കാൻ കഴിയുമ്പോൾ അത് അതിസ്വാഭാവികം എന്ന് നമുക്ക് തോന്നും. ഒരിക്കൽ ഞാനൊരു കട്ടിലയിൽ എൻ്റെ പള്ളി മുറി 3-4 ദിവസം ഒരു പള്ളി ധ്യാനത്തിന് വേണ്ടി തിരിച്ചു വന്നു. വെറുതെ ഞാൻ സാധാരണ ഒന്നും നോക്കാതെ കിടന്നുറങ്ങുന്നു. ഒരു ദിവസം ഒരു തലയെണ്ണ പൊക്കി നോക്കിയപ്പോൾ അതിൻ്റെ കീഴെ ഒരു പാമ്പിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, നീ എന്തൊരു പരിപാലനയാണ്, രാത്രി വൈകി വന്നേച്ച് ഒന്നും നോക്കാതെ കിടന്നുറങ്ങാവുന്നായിരുന്നു. അപ്പം അങ്ങനെ ഒരിക്കൽ സംഭവിച്ചപ്പോൾ അതൊരു ദൈവപരിപാലനയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് കേൾക്കുന്ന ഒരു പ്രേക്ഷകന് തോന്നുന്നത് എന്താ? ഒരുത്തം ബോധമില്ലാതെ എൻ്റെ തലവണ പൊക്കിയപ്പോൾ പാമ്പ് അതിൻ്റെ ഇടയിലിരിക്കുന്നു, അതിനെ തലി കൊന്നു, അതിനകത്ത് തന്നെ ഈ അതിസ്വാഭാവികത ഇരിക്കുന്നത് എന്ന് യുക്തിപൂർവ്വം ചിന്തിക്കുന്നവർക്ക് തോന്നാം. അപ്പോൾ എന്താണ് അതിസ്വാഭാവികത, എന്താണ് സ്വാഭാവികത എന്നൊക്കെ ഉള്ളതിൻ്റെ കാര്യകാരണങ്ങൾ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറേ കൂടി വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് മാത്രമേ സ്വാഭാവികതയും അതിസ്വാഭാവികതയും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി ആരാണ് ചോദിക്കുന്നത്? ഹെഡ് മാസ്റ്റർ ഷീൻ സാർ വീണ്ടും ചോദിക്കുന്നു. സാർ ചോദിക്കും. അച്ഛാ, ക്രിസ്തു ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനായിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് മരണത്തിന് ശേഷമാണ് വിധിയെന്നും ഉത്ഥാനമെന്നും ഒക്കെയാണ്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? അച്ഛനൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള വിശ്വാസ പ്രമാണത്തിലെ പ്രസ്താവന. അപ്പം ഹെഡ് മാസ്റ്റർ സാറ് ചോദിച്ചിരിക്കുന്നത് വളരെ മർമ്മപ്രധാനമായൊരു ചോദ്യമാണ്, അല്ലേ? സാറും ഒരു വലിയ പണ്ഡിതനാണ്. തലയിൽ മുടി കുറഞ്ഞത് പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്, അല്ലേ? വലിയ വലിയ പണ്ഡിതന്മാർക്ക്, സോക്രട്ടീസിന്, അരിസ്റ്റോട്ടലിന്, പ്ലേറ്റോയ്ക്ക് ഒന്നും മുടിയില്ലാഞ്ഞെന്ന്, കഷണ്ടിയായിരുന്നു. കഷണ്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ലക്ഷണമെന്ന് പറയാം. കുറേ പേർക്ക് സന്തോഷമായി. ചിലർ പറയുന്ന അകം പൊള്ളയായാലും അകം പൊള്ളയാ, പിന്നെ പുറത്ത് മാത്രം എന്തിനാണ് ഈ സമൃദ്ധി എന്ന് വിചാരിച്ച് തല തന്നെ അത് കളഞ്ഞതാണ് എന്ന് ശത്രുക്കൾ പറയാറുമുണ്ട്. അപ്പോൾ അതെന്തേലും ആട്ടെ, ഷീൻ സാർ ഏതൊക്കെയാലും അകവും പാണ്ഡിത്യം നിറഞ്ഞ ഒരു വ്യക്തിയാണ്. സാറിൻ്റെ ഈ ചോദ്യത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർ, ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്, അല്ലേ? സാധാരണ മരിച്ചു കഴിഞ്ഞാണ് വിധിക്കേണ്ടത്, ഇതെന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഇതാണ്, ഈശോ വരുന്ന സമയത്ത് ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട്. അതിനു മുമ്പ് മരിച്ചുപോയ എല്ലാവരുടെയും കാര്യം മരണസമയത്ത് വിധി നടന്നു എന്നുള്ളത് സത്യം. ജീവിച്ചിരിക്കുന്നവരായ കുറേ പേരുണ്ടല്ലോ, അവരുടെ വിധിയെക്കുറിച്ചാണ് പറയുക. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തനത് വിധിയും പൊതുവിധിയും ഐക്യപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ഈശോ വരുന്ന രണ്ടാം വരവിന് മുമ്പ് മരിച്ച എല്ലാവരുടെയും തനത് വിധി എപ്പോഴാണ്? മരണസമയത്ത് നടന്നു. അതേസമയം ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുന്നവർ, ആ ജീവിച്ചിരിക്കുന്നവരുടെ വിധിയെ ഈശോ നടത്തുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഇതാണ്, അവരുടെ ജീവിതത്തിലെ തനത് വിധിയും പൊതുവിധിയും ഒരുമിച്ചാണ്, അല്ലെ? ഒരേ യാഥാർത്ഥ്യം തന്നെയാണ് എന്ന സത്യം. അതുപോലെ തന്നെ ഈ യുഗാന്ത്യം, അല്ലെ, ഈശോയുടെ രണ്ടാം വരവെന്ന് പറഞ്ഞാൽ സർവ്വതും കത്തിക്കരിഞ്ഞ് ചാമ്പലായതിൽ നിന്ന് ഫീനിക്സ് പക്ഷി പോലെ കുറച്ച് പുണ്യാളന്മാർ പൊങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. മറിച്ച് എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കൊരിന്ത്യർ ലേഖനം 1:15 അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, മരിക്കുന്നത് മർത്യ ശരീരം, ഉയർക്കുന്നത് ആത്മീയ ശരീരം. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ്? കണ്ണ് ചിമ്മുന്ന വേഗത്തിൽ, കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതായത് അതിനു മുമ്പ് മരിച്ചവർ കുഴിമാടങ്ങളിൽ നിന്ന് ഉയർത്ത് വന്ന അവസ്ഥയിലേക്ക് ജീവിച്ചിരിക്കുന്നവരും രൂപാന്തരപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ആ അർത്ഥത്തിൽ വേണം നമ്മൾ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്നു എന്ന വചനത്തെ മനസ്സിലാക്കി. മരണമില്ലാതെ തന്നെ അവർ ആ വിധിയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. യെസ്, രൂപാന്തരീകരണത്തിലൂടെ അത് സംഭവിക്കും. അച്ഛാ, അവസാന വിധി നാളിൽ 2 സ്ത്രീകൾ ഒരുമിച്ച് തിരികളിൽ പൊടിച്ചുകൊണ്ടിരിക്കും. അവരിൽ ഒരാൾ എടുക്കപ്പെടും. വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ ഒരാൾ എടുക്കപ്പെടുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ.
എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അന്തിമ വിധി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ സമയം ആ വിധി ബാധകമാകേണ്ടതല്ലേ? അച്ഛൻ അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് വളരെ ദുഷ്കരമായ മറ്റൊരു വചനമാണ്. ഡെയ്സി ടീച്ചർ ഇത്തരം ദുഷ്കരമായ കാര്യങ്ങൾ ചോദിക്കുന്നതിൽ മിടിക്കുകയാണ്, അല്ലേ? അതായത് 2 പേര് തിരികല്ലി പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എടുത്തുകൊണ്ട് പോകും, മറ്റേ ആൾ അവിടെ പൊടിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ബാക്കി ഒരാളെങ്കിലും പിടിക്കാനുണ്ടല്ലോ എന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാം, അല്ലേ? അതുപോലെ തന്നെ വയലിലുള്ള 2 പേര് പണിയുന്നു, ഒരാളെങ്കിലും പണിയട്ടെ എന്നുള്ളതായിരിക്കും അതിൻ്റെ അർത്ഥം. വാസ്തവത്തിൽ അത് കുറേ കൂടി ഗൗരവമുള്ളൊരു പ്രസ്താവന. ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അതായത് ഒരാൾ എടുക്കപ്പെട്ടു മറ്റേയാൾ അവശേഷിച്ചു എന്നുള്ളതൊരു പഴയ നിയമ പാരമ്പര്യമാണ്. ഏതാണ്? ഏലിയ പ്രവാചകൻ എടുക്കപ്പെട്ടു, ഏലീഷ അവശേഷിച്ചു. അതായത് ചിലരുടെയൊക്കെ മരണം കഴിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് രക്ഷാകര പദ്ധതി തീരുന്നില്ല. രക്ഷാകര പദ്ധതി പിന്തുടർച്ചക്കാരിലൂടെ അനസ്യൂതം തുടരുന്നു എന്നൊരർത്ഥം അതിനുണ്ട്. രണ്ടാമത്തെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരേ ജോലി ചെയ്യുന്നവരാകാം, പക്ഷേ അവരെല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിൽ പോകണമെന്നില്ല. ചെമ്പേരി സൺഡേ സ്കൂളിൽ നിന്ന് സ്വർഗത്തിൽ പോകുന്നവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. മോളിൽ ചെല്ലുമ്പോൾ നോക്കാം, ആൾ സ്വർഗത്തിലുണ്ടോ എന്ന്. അവിടെ ചെല്ലുമ്പോൾ ഒന്ന് എത്തി നോക്കിയാൽ മതി, ഈ ഹെഡ് മാഷൊക്കെ അവിടെ ഉണ്ടോ അല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സ്വർഗരാജ്യത്തിൽ എപ്പോഴും ഒരു ആന്തരികമായ തെരഞ്ഞെടുപ്പുണ്ട്. ഭൗതികമായി ചിന്തിക്കുമ്പോൾ 2 കൂട്ടരും തുല്യരാണ്. 2 കൂട്ടരുടെ ഒലക്കേടെ, ഒരാൾ താഴെയും പിടിച്ച് ഒരാൾ മുകളിലും പിടിച്ച് ഇടിയോടിടി. ഭൗതികമായി ചിന്തിക്കുമ്പോൾ 2 കൂട്ടരും തുല്യരാണ്. അല്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കുന്നു, കൃഷിപ്പണിയെടുക്കുന്നു, 2 പേര് പണിയെടുക്കുന്നു, 2 പേരും തുല്യമായി പണിയെടുക്കുന്നു. ഒരാൾ 100 കപ്പക്കൂടം കൊത്തുന്നുണ്ടെങ്കിൽ മറ്റേ ആൾ 100 കപ്പക്കൂടം കൊത്തുന്നുണ്ട്. തുല്യമാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരാന്തരികമായ വ്യത്യാസമുണ്ട് എന്നും ആ വ്യത്യാസം നന്മതിന്മകളുടെ വ്യത്യാസമാണ് എന്നും ആ വ്യത്യാസം സ്വർഗത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി അതിനകത്തുണ്ട്. താങ്ക് യു അച്ഛാ. ഇനി ആരുടെയും ഇരിക്കുന്നത്? ഷൈബി സാർ ചോദിക്കൂ. അവസാന വിധി ദിവസത്തിന് ഈശോ വരുമ്പോൾ ഞാൻ പ്രാപഞ്ചിക ശക്തികളെ തകിടം മറിക്കുമെന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ഈശോ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതോട് കൂട്ടി എനിക്ക് വേറൊരു സംശയം കൂടെ ഉള്ളത്, അവസാന വിധി ദിവസത്തിൽ നമ്മൾ വാനമേഘങ്ങളിൽ കുരിശടയാളമാണോ പ്രതീക്ഷിച്ചിരിക്കേണ്ടത്? കുരിശടയാളമാണോ നമ്മൾ കാണുന്നത്? നിങ്ങളുടെ ഒരു സംശയമുണ്ട്. നമ്മൾ മിക്കവാറും വീട്ടിൽ കാണുന്നതെല്ലാം കുരിശാണല്ലോ. അതുകൊണ്ട് വേറെ ഒരു അടയാളം കാണാൻ വേണ്ടി നിൽക്കണ്ട. ഈ രാവിലെ കണി കാണുന്നവരൊക്കെ ഇത് ഈ മിശിഹ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അങ്ങ് സ്വീകരിച്ചാൽ മതി. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഈ ഈശോയുടെ 2ാമത്തെ വരവിനെ കുറിച്ചാണ്, അല്ലേ? 2ാം വരവിനെ കുറിച്ച് എന്താണ് ആദ്യം ചോദിച്ചത്? പ്രാപഞ്ചിക ശക്തികളെ പ്രാപഞ്ചിക ശക്തികൾ ഇളകിപ്പോവും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതൊരു അപ്പോക്കലിപ്റ്റിക് ശൈലിയിലുള്ള പ്രഭാഷണമാണ്. ഇവിടെ യുഗാന്ത്യത്തെക്കുറിച്ച് ഈശോ പറയും. സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ താഴെ ഭൂമിയിലേക്ക് വീഴും, ആകാശഗോളങ്ങൾ കിളക്കം തട്ടും എന്നൊക്കെ പറയുന്നത് അത് അതേപടി സംഭവിക്കും എന്നുള്ള. ഇപ്പം നക്ഷത്രം ഭൂമിയുടെ 1000 ഇരട്ടി വലിപ്പമുള്ളതാണ് പല നക്ഷത്രങ്ങൾ. അതെല്ലാം കൂടെ ഭൂമിയിലോട്ട് വരുന്നത് അങ്ങനെ ഇങ്ങനെ ക്രിസ്മസിന് തൂക്കിയിടുന്ന നക്ഷത്രമാണ് എങ്കിൽ അത് നമുക്ക് മനസ്സിലാകും. ഇതത് കൂടെ അല്ലല്ലോ. ആകാശഗോളമായ നക്ഷത്രം ഈ ഭൂമിയിൽ എത്ര എണ്ണം വീഴും? വീണാൽ ഈ ഭൂമി ബാക്കിയുണ്ടാകും. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് നാം കാണുന്ന ഈ ക്രമത്തിന് മാറ്റം വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നൊരു കൃത്യം ക്രമത്തിലാണ് ഈ പ്രപഞ്ചം നീങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ച്, നമ്മൾ എഴുന്നേറ്റാക്കാൻ വൈകിയാലും സൂര്യൻ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടാകും. അതാണ് ക്രമം. പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ക്രമമുണ്ട്. ക്രമമില്ലാത്ത ഏതിനാണ്? മനുഷ്യന് മാത്രമേ ഉള്ളൂ. ബാക്കി മൃഗമൊക്കെ അതിൻ്റെ സമയത്ത് പോയി കിടന്നുറങ്ങും. മനുഷ്യൻ ചുമ്മാ ടി വിയും കണ്ട് സിനിമയും കണ്ട് കുത്തിയിരുന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുകയില്ല. ക്രമമില്ലാത്തവൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ.
എല്ലാം ആ ഒരു ക്രമത്തിൽ ചരിക്കുമ്പോൾ യുഗാന്ത്യത്തെക്കുറിച്ച് ഈശോ പറയുന്നത് എന്താണ്? ഇപ്രകാരം ഈ ആകാശഗോളങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ഇന്ന് കാണുന്ന ഒരു ലൗകിക ക്രമം അല്ല പുതുയുഗത്തിൽ, അതായത് സ്വർഗരാജ്യത്തിൻ്റെ യുഗത്തിൽ നടപ്പിലാകുന്നത് എന്നുള്ള സത്യം. സ്വർഗത്തിൽ എപ്പോഴും രാവിലെ സൂര്യൻ ഉദിക്കുകയും വൈകിട്ട് അസ്തമിക്കുകയും ചെയ്യാറില്ല. എപ്പോഴും പ്രകാശമായിരിക്കും, എപ്പോഴും ആനന്ദമായിരിക്കും. ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് അവിടെ ആ വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നോർക്കുക. ഇനി അവസാനം കാണുന്ന കുരിശായിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരടയാളം കാണും എന്നേ ഈശോ പറഞ്ഞുള്ളൂ. അത് ഏതടയാളം എന്ന് ചോദിച്ചാൽ ഓരോ കാലഘട്ടത്തിലും സഭാപിതാക്കന്മാർ തൊട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മിലാൻ യുദ്ധത്തിന് മുമ്പ് ആകാശത്തിൽ ഇൻ ഹോക്ക് സീഞ്ഞും എന്നെഴുതി. ഇൻ ഹോക്ക് സീഞ്ഞെന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയിൽ ഈ അടയാളത്തിൽ എന്നും പറഞ്ഞ് ഒരു എഴുത്തും കണ്ടു, ഒരു വലിയ കുരിശും കണ്ടു മിലാൻ യുദ്ധത്തിൻ്റെ 314. അതോടെ അദ്ദേഹം മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി സഭയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്നൊരു ചരിത്രമുണ്ട്. ഒരുപക്ഷെ ആ ഒരു സംഭവത്തിൻ്റെ അല്ലെ വ്യാഖ്യാനത്തിൻ്റെ മറപിടിച്ചുകൊണ്ടായിരിക്കും അവസാന കാലത്ത് കുരിശ് പ്രത്യക്ഷപ്പെടും, ആകാശം മുഴുവൻ വലിപ്പമുള്ള ഒരു കുരിശ് വരും എന്നുള്ള ഒരു സങ്കല്പം സഭയിൽ വിശ്വാസികളുടെ ഇടയിൽ കടന്നുകൂടിയത് എന്നാണ് ഞാൻ വിചാരിക്കുക. പക്ഷേ അങ്ങനെ ഒരു കുരിശ് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ദൈവം ആകാശത്ത് മാത്രമല്ല ഭൂമിയിലും ഒരുപാട് അടയാളങ്ങൾ നമുക്ക് തരുന്നുണ്ട്. എന്താണ്? ദൈവം നമ്മൾ മാനസാന്തരപ്പെടണം, അനുതപിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളുമായി അനേകം വ്യക്തികളെ, സംഭവങ്ങളെ, അനുഭവങ്ങളെ ദൈവം നമുക്ക് തരുന്നുണ്ട്. അതിനെ സ്വീകരിക്കുന്നതായിരിക്കും കൂടുതൽ അർത്ഥപൂർണ്ണം. ഇനി ആരാണ് ചോദിക്കുന്നത്? ലൈല ടീച്ചർ ചോദിക്കും. അച്ഛാ, സ്വർഗത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് പറയുകയില്ല. അപ്പോൾ ആ വചനത്തെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാം. അനേകം വാസസ്ഥലമുണ്ട്, അവിടെ സ്ഥലമൊരുക്കാൻ ഈശോ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, ഈശോ ഇങ്ങനെ ആശാരിപ്പണിക്കാരനായതുകൊണ്ട് സ്വർഗത്തിൽ സ്ഥലമൊരുക്കാൻ പോകുന്നു, വീട് പണിയാൻ പോകുന്നു എന്നുള്ള അർത്ഥമല്ല അതിനെന്ന്. മറിച്ച് എന്താണ്? ഈശോ എങ്ങനെയാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സ്ഥലമൊരുക്കിയത് എന്ന് ചോദിച്ചാൽ കുരിശ് മരണമാണ് ഈശോ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ ചെയ്ത ത്യാഗം. അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു പ്രസ്താവനയാണ്. കൂടുതൽ സ്ഥലങ്ങൾ. ഇപ്പം എല്ലാവരും കൂടെ ഒരു വീട്ടിലാണോ പല വീട്ടിലായിരിക്കുമോ എന്നൊക്കെയാണ് ടീച്ചറിൻ്റെ സംശയം, അല്ലേ? പല സ്ഥലങ്ങൾ എന്നുള്ള ബഹുവചന രൂപത്തെക്കുറിച്ച്. അവിടെ ചിലവർ പറയും സ്വർഗത്തിന് പല തട്ടുകളുണ്ട്, ഏറ്റവും വലിയ പുണ്യാളന്മാർ മാത്രം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുകൾ തട്ടിലും, അത് താന്ന പുണ്യാളന്മാർ താഴെ തട്ടിലും, അല്പം കൂടി തരികട പുണ്യാളന്മാരൊക്കെ അതിൻ്റെ താഴത്തെ തട്ടിൽ, ഇങ്ങനെ തട്ടടിച്ചാണ് സ്വർഗം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. സ്വർഗം അങ്ങനെ ചില വിവരണങ്ങളുണ്ട്. ഏനോക്കിൻ്റെ പുസ്തകത്തിൽ, ജൂബിലിയുടെ പുസ്തകത്തിലൊക്കെ സ്വർഗത്തെക്കുറിച്ചുള്ള അപ്പോക്രിഫൽ വിവരണങ്ങൾ ഇങ്ങനെ പല തട്ടുകളായിട്ടുള്ളത് എന്നുള്ള ഒരർത്ഥമുണ്ട്. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, സ്വർഗത്തിൻ്റെ 3-ാം തട്ട് വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. 3-ാം തട്ട് വരെയും ഉയർത്തപ്പെട്ടു എന്നല്ല പൗലോസ് അവിടെ ഉദ്ദേശിച്ചത്. 3-ാം തട്ടായ സ്വർഗം വരെയും അവരുടെ സങ്കല്പം അനുസരിച്ച് ഭൂമി 1-ാം തട്ട്, ആകാശം 2-ാം തട്ട്, അതിൻ്റെ മുകളിലൊരു തട്ടുണ്ട്, അതാണ് സ്വർഗം എന്നാണ് യഹൂദർ വിചാരിച്ചു കൊണ്ടിരുന്നത്. അതാണ് 3-ാം തട്ട് എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത്. 3-ാം തട്ടായ സ്വർഗം വരെയും ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസസ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ തട്ടടിച്ച് ബർത്ത് ക്രമീകരിച്ച് പുണ്യാളന്മാരുടെ വെയിറ്റ് അനുസരിച്ചും പുണ്യത്തിൻ്റെ ഗരിമയനുസരിച്ചും അവരെ തരംതിരിച്ചു എന്ന് ചിന്തിക്കേണ്ടതില്ല. മറിച്ച് ആ വചനത്തെ നാം മനസ്സിലാക്കേണ്ടത് വളരെ ലളിതമായിട്ടാണ്. അതായത് എല്ലാവർക്കും ദൈവം അവിടെ സ്ഥലം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളു. ആ സ്ഥലത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച്, ആ സ്ഥലത്തിൽ സർവ്വ മനുഷ്യർക്കും ദൈവം ഇടമൊരുക്കിയിട്ടുണ്ട് എന്ന സത്യമാണ് വാസ്തവത്തിൽ അവിടെ പരാമർശിക്കുന്നത്. ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ ഏറെക്കുറെ അവസാനിക്കുകയാണ് വെച്ചാൽ, കഴിഞ്ഞ
ഏതാനും എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു വന്നിരുന്ന വിഷയം ഈശോയുടെ ഉയർപ്പ്, സ്വർഗാരോഹണം, ഈശോയുടെ അന്ത്യവിധി എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമായിരുന്ന് നമ്മളെ വളരെ ഹൃദ്യമായ രീതിയിൽ സംസാരിക്കുകയും ഈ വിഷയം പഠിപ്പിക്കുകയും നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛന് ശാലോം പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിലും പ്രത്യേകിച്ച് നിങ്ങളുടെയും പേരിൽ ഏറെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡുകളിൽ അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വളരെ ലൈവായ പ്രകടനം അല്ലേ അച്ഛൻ, ഇത് തോന്നുന്നു? യെസ്, വളരെ എനർജിയുള്ള ഒരു സൺഡേ സ്കൂളാണിത്. നമ്മുടെ ഷീൻ സാറിൻ്റെ നേതൃത്വത്തിൽ, ജ്ഞാനിയായ ഷീൻ സാർ എന്ന് പറയാം അച്ഛൻ പറഞ്ഞ പോലെ, സാറിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ സി കാറ്റിൻ്റെ ഈ എപ്പിസോഡുകളിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്ത ചെമ്പേരി ലൂർദ് മാതാ സൺഡേ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും വളരെ സ്നേഹപൂർവ്വം ശാലോമിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി നമ്മൾ കണ്ടുമുട്ടും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി.